ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് വാഗമണിലോട്ടാണ്. സ്മിതാമ്മയുണ്ട്, അമ്മയുണ്ട്, ഞാനുണ്ട്, ഗീതാമ്മയുണ്ട്, നമ്മുടെ ദേവൂട്ടനുണ്ട്, ധ്യാനുണ്ട്, ശിവനുണ്ട്, അച്ചാമ്മയുണ്ട്, അച്ഛനുമുണ്ട്. അപ്പോൾ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിതേ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതേ വാഗമണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് പോകുന്നത്. അച്ഛൻ മാത്രം ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. നമ്മുടെ ദേവകൂട്ട ഇവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേവൂട്ട ഹലോ പറ. നമ്മുടെ ധ്യാനും ഉണ്ട്, ശിവനുണ്ട്. നമ്മള് വീട്ടിൽ നിന്ന് 5 മണിക്ക് ഇറങ്ങിയതാണ്. നമ്മൾ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ പോയി, പിന്നെ പട്ടാഴിയിൽ പോയി, പിന്നെ ഇവരെ പിക്ക് ചെയ്തിട്ട് നമ്മള് മണ്ണടി പോയി, പിന്നെ അവിടുന്ന് മലയാളപ്പുഴ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളൊരു തീരുമാനിച്ചതാണ് വാഗമണിലോട്ട് പോവാന്ന്. അപ്പോൾ ആ ഒരു ഡിസിഷനിൽ നമ്മളിതേ വാഗമണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറകെ ഇരുന്ന് 3 പേരോട് അടിയായത്. ഒരാൾ ഇങ്ങ് ഫ്രണ്ടിലോട്ട് അടിയിട്ടുണ്ട്. കരഞ്ഞ് വെള്ളപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതേ വന്നിട്ടുണ്ട്. ബാക്കി 2 പേരും കൂടെ പുറകിലോട്ടിരിക്കുകയാണ്. ഞാനൊരു പാട്ട് പാടാൻ പോവാണ്. ആ പാടിക്കോ. ഇനി 52 മിനിറ്റൂടെ കഴിഞ്ഞാൽ നമ്മള് വാഗമണിലേക്ക് എത്തും. നമ്മളിപ്പോ ഈരാറ്റുപേട്ട ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഗമണിലേക്ക് എത്താൻ 39 മിനിറ്റും കൂടെ മതി. അത് കഴിഞ്ഞ് നമ്മൾ വാഗമണിലേക്ക് മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് വളമാണ്. അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഇവിടെ 19 മിനിറ്റും കൂടെ ഉള്ളു നമുക്കിനി അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നോക്കി നമുക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അവിടുന്ന് നമുക്ക് വണ്ടികളൊക്കെ കയറി വരുന്നതും, അതേപോലെ അവിടുന്ന് മഞ്ഞ് കോട അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അവിടെ ഒരു കെട്ടിടം, മനോഹരമായിട്ടുള്ള മരങ്ങൾ, അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഗൈസ്, ഇവിടെ എല്ലാവരും നിൽപ്പുണ്ട്. എല്ലാവരും നമ്മുടെ വ്യൂ പോയിന്റിൽ ഈ ഭംഗിയൊക്കെ ആസ്വദിക്കുക എല്ലാവരും ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഓൺ പവറിലാണ്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ സൈഡിലായിട്ട് ചെറിയ ചെറിയ കടകളും ഐസ്ക്രീം വണ്ടികളും ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മളിവിടുന്ന് നോക്കുമ്പോൾ ഒരു കടുവയുടെ പ്രതിമ അവിടെ ഉണ്ട്. വ്യൂ പോയിന്റിൽ ഇറങ്ങി തിരിച്ചു കയറിയപ്പോൾ എല്ലാവരുടെ സ്ഥാനമൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ ഫ്രണ്ടിലായി, അമ്മ അവിടെ ആയി, സ്മിതാമ്മ ബാക്കിലായി കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും കാണുന്നില്ല, മൊത്തം ഇവിടെ തിരക്കാണ്. ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. വാഗമൺ കഫേ ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഹോട്ടലാണ്. അവരൊക്കെ കയറി അച്ഛൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. ആശ്രമം വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. പൊറോട്ടയും ചിക്കൻ ബിരിയാണി അതേപോലെ തന്നെ ഊണുമാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കൊണ്ടുവരും, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ബിരിയാണി, നമ്മുടെ ചിക്കൻ ബിരിയാണിയാണ്, നമ്മുടെ ചിക്കൻ കറിയുണ്ട്, നമ്മുടെ ഗോബി മഞ്ചൂരി ഉണ്ട്. അടിപൊളിയാണ്.
ഗൈസ് നമ്മൾ വേണ്ട വണ്ടി പാർക്ക് ചെയ്തെടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ വേണ്ട ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഇനി ഞങ്ങൾ പോകുന്നത് പൈൻ വാലിയിലോട്ടാണ്. അപ്പോൾ ദേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ഇപ്പോൾ പൈൻ വാലിയിലെത്തി. ഇനി നമുക്ക് ഇവിടുന്ന് കുറേ നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇനി നടക്കാൻ പോവാണ്. നമ്മൾ പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. നമ്മളിത് ഇവിടെ എത്തി. നമ്മളിങ്ങോട്ട് കയറാൻ പോകും. ഇവിടെ നമ്മുടെ കുറേ അധികം മരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്കിത് ഇനി ആ മണ്ടേ വരെ നമുക്ക് കയറാൻ പറ്റും. ഞങ്ങൾ ഇതേണ്ട ഇവിടെ നിന്ന് ഇനി താഴോട്ടൊക്കെ പോയി നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് മണ്ടയിലോട്ട് കാണാം. അപ്പോൾ ഇവിടെ നമ്മളെ കുറേ ആനിമൽസിൻ്റെ കാൽപാദങ്ങളുടെ പടങ്ങളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എലിഫൻറ്റിൻ്റെ, ആനയുടെ ഉണ്ട്, അതേപോലെ തന്നെ ടൈഗർ, അതേപോലെ തന്നെ നമ്മുടെ മംഗൂസത്തിൻ്റെ ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, വൈൽഡ് ബിയറിൻ്റെ ഒക്കെ നമുക്ക് പടങ്ങൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞങ്ങൾ ഇതിൻ്റെ താഴെ വരെ പോയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരു മരത്തിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ വട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഗൈസ് നമ്മൾ വേണ്ട പൈൻ വാലിയിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്മിതാമ്മയുടെ വീട്ടിൽ എത്തി ഫുഡും കഴിച്ച് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.